ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം പഠിക്കാനായിട്ട് നമുക്ക് വീണ്ടും ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇന്ന് 12 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ സമയമെടുക്കാം. നാം ഇവിടെ കാണുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പിടിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ലഭിച്ചു, തികഞ്ഞവനായി, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇവിടെ എന്താണ് ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല എന്ന് പറയുമ്പോൾ എന്താണ് ലഭിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഈ 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ ലോകത്ത് ഇത് അങ്ങനെ വ്യക്തമായി പഠിപ്പിക്കാത്തതും വളരെയേറെ തെറ്റായി പഠിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു വേദഭാഗമാണ്. ഇവിടെ ലഭിച്ചു കഴിഞ്ഞുവെന്ന്, എന്താണ് ലഭിച്ചു കഴിഞ്ഞുവെന്ന് ചിന്തിക്കേണ്ടത്. അതായത് ഈ പുനരുത്ഥാനം പ്രാപിക്കണം. 11-ാമത്തെ വാക്യത്തിൽ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു എന്നാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത്. അപ്പോൾ പുനരുത്ഥാനം പ്രാപിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള യോഗ്യത എനിക്ക് കിട്ടി എന്നല്ല, തികഞ്ഞവനായി എന്നോ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം അതിനുള്ളതായ യോഗ്യത, അതായത് തികഞ്ഞവൻ എന്നുള്ള നിലയിൽ ഞാനായി എന്നല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നോ, അതായത് പുനരുത്ഥാനത്തിനുള്ള ആ ഒരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞുവെന്നോ. ഉറപ്പ് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉറപ്പ് ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. വിശ്വാസത്തിൽ നിന്ന് വിട്ട് ഒരു ഉറപ്പ് എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ നേടുവാനായിട്ട്, ആത്യന്തികമായിട്ട് ഞാൻ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് ഞാൻ എത്തി എന്നോ അതിനുള്ള യോഗ്യത എന്നിൽ പൂർണ്ണമായി എന്നോ അല്ല, മറിച്ച് ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ ആദ്യ പടിയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ആകുന്നു. കർത്താവിൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടെ നാം കർത്താവിനാൽ പിടിക്കപ്പെട്ടു എന്നാണ് ആ ഒരു തലത്തെ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള കർത്താവിനോട് കൂടിയുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് പിന്നീട് നമ്മളുടെ ആ നിത്യതയെ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടു അതിനുശേഷം ആ വണ്ടി ഓടിക്കുന്നില്ലെങ്കിൽ അതൊരു ലക്ഷ്യത്തിലെത്തുകയില്ല. റോമർക്ക് എഴുതിയ ലേഖനത്തിലും നാം അത് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അതിൻ്റെ 6-ാമത്തെ അധ്യായത്തില് അതിൻ്റെ 22-ാം വാക്യം, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു എന്നാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീർന്നതായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു ഫലമുണ്ട്. ആ ഫലം ആ ഒരു ജീവിതത്തിൽ നമുക്ക് വിശുദ്ധീകരണത്തിലേക്കും അതിൻ്റെ അന്തം നിത്യജീവനും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പ്രായോഗിക ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ കേവലം നാം നമ്മെ തന്നെ ദൈവത്തിന് അർപ്പിച്ചതായ അല്ലെങ്കിൽ
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിന് ദാസന്മാരായി തീർന്ന ആ ഒരു ദിവസത്തെ, ആ ഒരു നിമിഷത്തെ മാത്രം അടിസ്ഥാനമാക്കി നിത്യതയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് സ്വരൂപിക്കുന്നത് ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ചില കാര്യങ്ങൾ നേടുവാനായിട്ട് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇതിനു മുമ്പിലുള്ള വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതിന് ചില യോഗ്യതകൾ വേണം, ചില ലക്ഷ്യങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ആ യോഗ്യതയിൽ ഞാൻ എത്തിയെന്നോ എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ പൂർത്തീകരിച്ചോ എന്നോ അല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസനാണ് ഞാൻ. ഇനി എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മരക്ഷ എന്ന് നാം പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്നെ പിടിച്ചതായിട്ടുള്ള ദിവസമാണ്. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് നമുക്കിവിടെ അതിനുശേഷം ദൈവം അനുവദിച്ചിരിക്കുന്ന ജീവിതമാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന വരാവുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, അപ്പോൾ പിന്നെ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തികളാൽ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഈ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത്, ഭദ്രതയെക്കുറിച്ച് വാദിക്കുന്നതായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ അവര് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട്, അങ്ങനെ ആവുമ്പോൾ വിശ്വാസത്താലല്ല മറിച്ച് നമ്മുടെ പ്രവൃത്തിയാൽ നാം രക്ഷപ്പെടുന്നു എന്നുള്ളതല്ലേ വരുന്നത്, അതൊരു ദുരുപദേശമല്ലേ എന്നുള്ള ചോദ്യമാണ് പിന്നെ അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, അതങ്ങനെയല്ല. വിശ്വാസത്താൽ തന്നെയാണ് നാം നീതീകരിക്കപ്പെട്ടത്. വിശ്വാസത്താലാണ് രക്ഷദാനമാണ്. എന്നാൽ ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിൽ ഒരിക്കൽ ഉളവായിട്ട് അത് തുടർമാനമായിട്ട് നമ്മെ നമ്മുടെ ജീവിതത്തിൽ അന്ത്യത്തോളം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയും അല്ലെങ്കിൽ മരണം വരെയും നാം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നാണ്. എന്താണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസം കാത്തു എന്ന് പറയുന്നതിന്റെ പ്രസക്തി? ആ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി പോവുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് പൗലോസ് അപ്പോസ്തലന്റെ തീരുമാനത്തിന്റെ ശക്തിയിൽ മാത്രമല്ല, എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ തീരുമാനം അതിനകത്ത് പ്രസക്തമാണ്. അങ്ങനെ നമ്മുടെ ആഗ്രഹത്തെ, നമുക്ക് ആ ഒരു ആഗ്രഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ നമ്മെ അതിനുവേണ്ടി സഹായിക്കുന്നത് ദൈവമാണ് എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികളല്ല, രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പ്രവൃത്തികളാൽ ഞാൻ നല്ലത് പ്രവർത്തിച്ച് ഞാൻ പുനരുദ്ധാനം പ്രാപിക്കുമെന്നല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ആ വിശ്വാസത്തിൽ വളരുകയും വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ ഉളവാകുകയും ആ വിശ്വാസത്തെ നാം മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോൾ ആണ് നാം ആ പുനരുദ്ധാനത്തിന്റെ അവകാശികളായി തീരുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഏകദേശം സുവിശേഷ വിവിധ സഭകളിൽ പെടുന്നതായിട്ടുള്ള 25% ആളുകൾ, പ്രത്യേകിച്ച് കാൽവിനിസ്റ്റിക് തിയോളജി, കാൽവിനിസം എന്ന് പറയുന്നതായിട്ടുള്ള ദൈവശാസ്ത്ര പഠനത്തെ ആധാരമാക്കി ജീവിക്കുന്നവർ, അവര് അങ്ങനെ ഒരിക്കൽ സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഗ്യാരണ്ടി ആയിട്ടാണ്, അല്ലെങ്കിൽ അതൊരു ഉറപ്പായിട്ടാണ്, പിന്നെ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നാം എങ്ങനെയൊക്കെ ജീവിച്ചാലും അത് നമ്മുടെ രക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പുനരുദ്ധാനത്തിന് ഒരു പ്രയാസവും വരുത്തുകയില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അത് ശരിയല്ല. അത് നമ്മളൊരു ക്രിസ്തുവിനോട് കൂടിയുള്ള ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുന്ന അല്ലെങ്കിൽ തുടക്കമിടുന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. ഒരു ജനിച്ച കുട്ടി, ആ കുട്ടി വളരുകയും ആ കുട്ടി ഒരു പ്രയോജനമുള്ളവരായി തീരുകയും ചെയ്യുന്നത് പോലെ തന്നെ ആത്മീയ ഭവനത്തിലേക്ക് ജനിച്ചതായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരു വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെ ഈ പിന്തുടരുന്നതിന് എനിക്ക് അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ പിന്തുടരുന്നതിനെ കുറിച്ചാണ്, അത് എങ്ങനെയാണ് പിന്തുടരുന്നതെന്നാണ് യഥാർത്ഥത്തിൽ 10-11 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. നാം ഇന്നത്തെ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ സഭായോഗത്തിൽ നാം അത് പഠിച്ചതാണ്. എങ്ങനെയാണ് പിന്തുടരുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ പിന്തുടരുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ
ഈ 10-11 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അവനിൽ ഇരിക്കേണ്ടതിനും, ഞാൻ അവനിൽ ഇരിക്കുന്നത് കൊണ്ട് എന്നല്ല, ഞാൻ ഇരുന്നത് കൊണ്ടു എന്നുമല്ല, അവനിൽ ഇരിക്കേണ്ടതിന്, പിന്നെ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും, അതും ഭാവി കാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു. അപ്പോൾ അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പ് ചവറ് എന്ന് എണ്ണിക്കൊണ്ട് അവന്റെ മരണത്തോട് അനുരൂപപ്പെടുകയും അതുപോലെ തന്നെ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, അപ്പസ്തോലന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, അവരുടെ ജീവിതത്തിൽ ഇതെല്ലാ നിലയിലും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതും നമുക്കറിയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എബ്രായ വിശ്വാസികളെ കുറിച്ച് നാം വായിക്കുമ്പോൾ, നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ സമ്പത്തുണ്ട് എന്ന് വെച്ച് നിങ്ങൾ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. വിശ്വാസത്തെ പ്രതി അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയടിക്കപ്പെട്ടു പോയപ്പോഴും അവര് അത് സഹിക്കുകയാണ് ചെയ്തത്. കാരണം അവർക്ക് ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട് എന്നവര് വിശ്വസിച്ചു. അതുപോലെ തന്നെ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ചും ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിച്ചും എഫെസോസിലെ വിശ്വാസികളെ സംബന്ധിച്ചും ഒക്കെ അവർ കടന്നു പോകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അവര് കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെ അവർ അനുഭവിച്ചറിയുന്നതിനെ കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. പത്രോസ് എഴുതിയ ലേഖനത്തിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിശോധന എന്ന് പറഞ്ഞാൽ തീയിൽ കൂടെ കടന്നു പോകുന്നതായ ഒരനുഭവം. അതൊക്കെയും കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ അനുഭവിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി എടുക്കേണ്ടതായ ഒരു ജീവിതമല്ല എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നോക്കുകയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. കർത്താവ് എന്നെ പിടിച്ചു എന്നുള്ളത് ഒരു ഉറപ്പാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ മുമ്പിലത്തെ വാക്യത്തിൽ പറഞ്ഞത്. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അത് ഒരു ഉറപ്പാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ പിന്നെ ഈ കർത്താവിനെ ഒന്ന്, അല്ലെങ്കിൽ പുനരുത്ഥാനത്തെ ആ നിത്യതയെ ഒന്ന് പിടിക്കുവാനായിട്ട്, പിന്തുടരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിനാൽ പിടിക്കപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്തതാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല. പിന്നെ എന്താണ് നിരൂപിക്കുന്നത്? എന്താണ് ചെയ്യുന്നത്? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോൾ ഒരാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കേണ്ടതിന് വേണ്ടി ഓടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കുന്നത്. ഞാൻ പിടിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് മുൻപോട്ട് പിടിക്കുവാനായിട്ടുള്ള ഓട്ടം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഓട്ടം തികച്ചു. പൗലോസ് അപ്പോസ്തലന്റെ മുമ്പിലുണ്ടായിരുന്നതായ, ദൈവം വെച്ചിരുന്നതായുള്ള ഒരു ഓട്ടവും പോരാട്ടവും യുദ്ധവും അതുപോലെ തന്നെ എല്ലാം പൗലോസ് അപ്പോസ്തലൻ തികച്ചു എന്ന് നമ്മൾ തിമോത്തിയോസിന് താൻ ലേഖനം എഴുതുമ്പോൾ തൻ്റെ നിര്യാണത്തോടനുബന്ധിച്ച് താൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു. പിമ്പിൽ ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചതായിട്ടുള്ള വഴികളായിരിക്കാം. അതല്ല എങ്കിൽ ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എന്തെങ്കിലും കുറവുകളോ പരാജയങ്ങളോ ആയിരിക്കാം. അതെല്ലാം പൗലോസൻ പറയുന്നു, അതെല്ലാം ഞാൻ മറന്നു, പിമ്പിലുള്ളതിന് മറന്നു. മുമ്പിലുള്ള അതുപോലെ തന്നെ തനിക്ക് ഇതുവരെയും താൻ ഉണ്ടാക്കിയതായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും അവിടെ ആകും. പരാജയങ്ങൾ മാത്രമല്ല, നേട്ടങ്ങളും ഒരുപക്ഷെ അവിടെ പ്രസക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഏതെല്ലാം നിലയിൽ നേടിയാലും ഏതെല്ലാം നിലയിൽ ഞാൻ പരാജയപ്പെട്ടാലും അതൊക്കെ, അല്ലെങ്കിൽ എൻ്റെ പഴയകാല ജീവിതം, അതെല്ലാം ഞാൻ മറന്നു, പിന്നെ മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട്. അപ്പോൾ പഴയ കാലത്തെക്കുറിച്ച് ദുഃഖിച്ച് നിരാശയിലേക്ക് പോകുന്ന ആളുകൾ ധാരാളമുണ്ട്.
പഴയ കാര്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതായിട്ടുള്ള ആളുകളും ധാരാളമുണ്ട്. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ആളുകൾ, നല്ലതായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും മോശമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും, ഞാൻ പലരെയും കൊന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ പലതും നേടിയിട്ടുണ്ടെന്നോ, ഞാൻ ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്നോ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നിലയിൽ അവര് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നിരാശരായി പോവുകയോ, പരാജയത്തെക്കുറിച്ചുള്ള നിരാശയോ, അവരെ ദൈവം ഉപയോഗിച്ചതായിട്ടുള്ള വഴികളെ സംബന്ധിക്കുന്നതായിട്ടുള്ള നിഗളമോ അവരിൽ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനൊന്നും ക്രിസ്തീയ ജീവിതത്തിൽ പ്രസക്തിയില്ല. എൻ്റെ പഴയത്, പിമ്പിലുള്ളത് എന്തായിരുന്നെങ്കിലും അതൊക്കെ വിട്ടു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ കാര്യങ്ങളെ നമുക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത്. പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും, അതുപോലെ തന്നെ നമുക്ക് ദൈവം വിജയങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഫലകരമായ, കുറച്ചുകൂടി വ്യത്യസ്തമായ വിജയത്തിന് വേണ്ടിയിട്ട് കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ നന്മയെക്കുറിച്ചോ തിന്മയെക്കുറിച്ചോ നാം നിരാശപ്പെട്ടോ നിഗളിച്ചോ പോകുവാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല. അങ്ങനെ പഴയ കാലത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അവർ അങ്ങനെ നിഗളിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മുൻപോട്ടുള്ള യാത്രയിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരൊരു പരാജയമാണ് എന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവർ ദൈവകൃപയിൽ നിന്ന് വീണു പോവുകയോ ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് പ്രശംസിക്കുവാനും ചിന്തിക്കുവാനുമുള്ളത് മിക്കവാറും ഈ പഴയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴയ കാര്യങ്ങളെ ഒക്കെ നാം മറക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവിടെ നിന്ന് പാഠം പരാജയങ്ങൾ ഉണ്ടായെങ്കിൽ അവിടെ നിന്ന് പാഠം പഠിക്കേണ്ടതും ആവശ്യമാണ്. എന്നിട്ട് മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട്, അപ്പോൾ നാം ജീവിക്കുന്നത് ഇപ്പോഴാണ്. നാം ജീവിക്കുന്നത് വർത്തമാനകാലത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഒരു ലാക്കിലേക്ക് ഓടുന്നു എന്നാണ് പറയുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടുന്നു. എന്താണ് ആ ലക്ഷ്യം? അത് നമ്മൾ മുൻകൂട്ടി നേരത്തെ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുകയോ, അതുപോലെ തന്നെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ചറിയുകയോ, ഇതൊക്കെ ചെയ്ത് എനിക്ക് എത്തേണ്ടതായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ പുനരുത്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ലക്ഷ്യമായിരിക്കുന്നത്. അല്ലാതെ മറ്റു ലക്ഷ്യങ്ങളൊന്നും പൗലോസ് അപ്പോസ്തലനില്ല. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളി എന്ന് വെച്ചാൽ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള എൻ്റെ അവസാനത്തെ അതിൻ്റെ ലക്ഷ്യമെന്നാണ് അതിനുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ പരമവിളിയുടെ, അല്ലെങ്കിൽ ആ ശ്രേഷ്ഠമായ വിളിയുടെ വിരുദിനായി, അല്ലെങ്കിൽ അതിൻ്റെ വിരുദിനായി എന്ന് പറയുമ്പോൾ അത് ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ അത് കൈവശപ്പെടുത്തുന്നതിന് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം. ആ ഓട്ടത്തിൽ നമുക്ക് നമ്മുടേതെന്ന് കരുതുന്നതായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഓടുവാനായിട്ട് കഴിയില്ല. നമുക്കറിയാം, ഈ ഓട്ട മത്സരത്തിനൊക്കെ പോകുന്നതായിട്ടുള്ള ആളുകൾ അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് പോലും വളരെ ഏറ്റവും മിനിമം വെയിറ്റ് ഇല്ലാത്ത ഡ്രസ്സാണ് ധരിക്കുക. കാരണം അവർ ധരിക്കുന്നതായിട്ടുള്ള ഡ്രസ്സ് പോലും അത് ഒരു സൂട്ടും കോട്ടും ഇട്ട് എവിടെയെങ്കിലും ഒരു ആളുകൾ ഓട്ട മത്സരത്തിന് പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഈ ഓട്ടത്തിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ഉള്ളതായിട്ടുള്ള സാധനങ്ങൾ. നമുക്കറിയാമല്ലോ, ആരെങ്കിലും ഒരു തലയിലൊരു ചുമടുമായിട്ടോ, അല്ലെങ്കിൽ കയ്യിലോ തോളത്തോ പുറത്തോ ചുമടുമായിട്ടോ, അല്ലെങ്കിൽ വളരെ വലിയ ആഡംബര വസ്ത്രങ്ങളുമായിട്ടൊന്നും ആരും ഒരു ഓട്ടക്കളത്തിൽ ഓടാനായിട്ട് പോകാറില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് ഓടുമ്പോൾ ആ ഓട്ടത്തിൽ നമുക്ക് ജയിച്ച് ഫലകരമായി പ്രയോജനകരമായി നാം ഓടി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതൊക്കെയും ചപ്പ്, നമ്മുടെ കൈവശമുണ്ട് എന്ന് നാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കുണ്ട് എന്ന് നാം ചിന്തിക്കുകയും നിഗളിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചപ്പ് ചവറ് എന്ന് എണ്ണുന്നത് ആവശ്യമാണ്. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കഥയാണോ സംഭവകഥയാണോ അതൊരു കഥയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു കപ്പല് അപകടത്തിൽപ്പെട്ടു. ഒരു വലിയ
ആഡംബര കപ്പലായിരുന്നു. അതിനകത്ത് ധനവാന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ അവര് ഒരു വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവര് യാത്ര ചെയ്യുമ്പോൾ അവരുടെ വിലയേറിയ ആ, സമ്പാദ്യങ്ങളൊക്കെ അവരവരുടെ കയ്യിൽ എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഇതൊരു പക്ഷെ കഥയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സൂക്ഷിച്ച് അവര് കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ആ കപ്പല് ഒരു വലിയ അപകടത്തിൽപ്പെട്ടു. കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ കപ്പലിന്റെ കപ്പിത്താൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ളതായ നിങ്ങളുടെ എല്ലാ നിധികളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും എല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കടലിലേക്ക് എടുത്ത് ചാടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ രക്ഷിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം കപ്പിത്താൻ പറഞ്ഞതുപോലെ അവരുടെ സ്വർണ്ണ നാണയങ്ങളും തങ്കക്കട്ടികളും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരെല്ലാവരും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അവരെല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടു. എന്നാൽ അതിൽ ചില ആളുകൾ എല്ലാവരും എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നി, അത് കുറച്ച് കൈക്കലാക്കാം, അതും കൊണ്ട് എനിക്ക് പോയാൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ച് പോയതാണല്ലോ, ആർക്കും വേണ്ട, അതുകൊണ്ട് അത് കുറച്ച് എനിക്ക് കൈവശപ്പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ച് പോയതായിട്ടുള്ള കുറെ സ്വർണ്ണ നാണയങ്ങളും തങ്കക്കട്ടികളും ഒക്കെ അവരെടുത്ത് അതുകൂടി അവരുടെ ശരീരത്തോട് ചേർത്ത് കെട്ടിയിട്ട് ആ കടലിലേക്ക് ചാടി, രക്ഷപ്പെടുന്നതിന് വേണ്ടി ചാടി. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ സ്വർണവും അതുപോലെയുള്ള ലോഹങ്ങളൊക്കെ നല്ല കനമുള്ളതാണ്. ഇവർ വെള്ളത്തിലേക്ക് ചാടി ഇവർക്ക് പൊങ്ങിക്കിടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇവരുടെ ശരീരത്തിൽ ഇവരെ ചേർത്ത് സൂക്ഷിച്ചു വെച്ചതായിട്ടുള്ള ആ തങ്കവും സ്വർണവും ഒക്കെ ഇവരെ ആ കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. അവരൊക്കെ നശിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി എന്നാണ് ആ കഥയുടെ അവസാനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ചപ്പ് ചവറ് എന്ന് എണ്ണി ഉപേക്ഷിക്കാതെ നമുക്ക് ഈ ലോകത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ടോ വിജയിക്കുവാനായിട്ടോ നമുക്ക് കഴിയുകയില്ല. ഈ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് തന്നെ വെച്ച് തൻ്റെ മാനസാന്തരത്തിന് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ വ്യക്തിപരവും ആയിട്ടുള്ള എല്ലാ ഭൗതിക സമ്പത്ത് മാത്രമല്ല, തനിക്ക് പ്രശംസിക്കുവാനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അത് ഒക്കെയും പിടിച്ചുകൊണ്ടായിരുന്നു താൻ ഈ ക്രിസ്തീയ ജീവിത യാത്ര നടത്തുവാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. താൻ ഒരു തികഞ്ഞ പരാജയമായി പോകുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്ന ആ ഓട്ടമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് ഉപേക്ഷിക്കുവാനായിട്ട് ഏറ്റവും പ്രയാസമുള്ളത് നമ്മെ തന്നെ ത്യജിക്കുക എന്നുള്ള കാര്യമാണ്. നമുക്ക് പണം ഉപേക്ഷിക്കാനായിട്ട് പറ്റും, നമുക്ക് നമ്മുടെ ജോലികളോ അതല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നമുക്കുള്ളതിനെ പലതിനെയും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലർക്കും അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ ഉപേക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ തന്നെ ത്യജിക്കുക എന്നുള്ളതാണ്. നമ്മെ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. തന്നെ തന്നെ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ തനിക്ക് ഉള്ളത് ത്യജിക്കുന്നതും തന്നെ തന്നെ ത്യജിക്കുന്നതും ഭയങ്കര പ്രയാസമാണ്. ഈ സഭകളിലൊക്കെ പലപ്പോഴും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തർക്കങ്ങളും ഭിന്നപക്ഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ തന്നെ ത്യജിക്കാത്തതായ ജഡികന്മാരായിട്ടുള്ള വിശ്വാസികളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമാണ്. അവരൊരിക്കലും അവരാർക്കും വിധേയപ്പെടുകയില്ല. അവരാരും മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് കാണുകയില്ല. അവരെ തന്നെ ശ്രേഷ്ഠരായി കാണുകയും അവർ പറയുന്നതൊക്കെയും പോലെ അല്ലെങ്കിൽ അവരുടെ ചിന്ത പോലെ സഭ പോകണം, അവർ പിടിക്കുന്ന കാര്യങ്ങളൊക്കെയും വിശ്വാസികൾ എല്ലാവരും അതനുഷ്ഠിക്കണം എന്നുള്ളതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് അത്തരത്തിൽ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവരാരുമായിട്ടും ചേരുകയില്ല. അവരെപ്പോഴും ഒരു റബൽ മനസ്സോടുകൂടി അവർ നിൽക്കും. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് തന്നെ തന്നെ ത്യജിച്ചിട്ടില്ല എന്നുള്ളതാണ്.
നമുക്ക് ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം പൈസ കൊടുക്കുവാനായിട്ട് സാധിക്കും, ധാരാളം അധ്വാനിക്കാനായിട്ട് കഴിയും, നമുക്കങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ തന്നെ തന്നെ ത്യജിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ക്രൂശ് എടുക്കാനായിട്ട് കഴിയുകയില്ല. ഈ തന്നെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്നതിൻ്റെ മറുവശമാണ് യഥാർത്ഥത്തിൽ ക്രൂശ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂശ് എടുക്കാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ക്രൂശ് എടുക്കണമെങ്കിൽ നമ്മെ തന്നെ ത്യജിക്കുവാനായിട്ട് കഴിയണം. നമ്മെ തന്നെ ത്യജിച്ചില്ല എങ്കിൽ ക്രൂശ് നമുക്ക് എടുക്കാനായിട്ട് കഴിയുകയില്ല. കാരണം ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ത്യജിക്കാത്ത ഒരാൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ഉണ്ടാകുന്നതായിട്ടുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും വരുമ്പോൾ അവർ നേരെ വെല്ലുവിളിക്കുന്നതായിട്ട് വരും. ഒരു ഉദാഹരണത്തിന് നമ്മളറിയാം, കഴിഞ്ഞ വർഷം വിശ്വാസികൾക്കെതിരെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തെക്കൻ കേരളത്തിൽ ഉളവായി. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ ദൈവമക്കളുടെ പ്രതികരണം എന്ന് പറയുന്നത് അവരെ ഉപദ്രവിച്ചവരെ അനുഗ്രഹിക്കുക, അവരോട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് സ്വയത്തെ ത്യജിച്ചതായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. കാരണം അവർ കാണുന്നത് ഇവരൊക്കെ പാപികളായിട്ടുള്ള ആളുകൾ, ദൈവത്തെ അറിയാത്തതായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അവരെ നിയന്ത്രിക്കുന്നത് പിശാച്. അപ്പോൾ അവർക്ക് അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ഞാൻ ദൈവത്തെ അറിഞ്ഞവനാണ്, ദൈവവചനത്തെ അറിഞ്ഞവനാണ്, ദൈവത്തെ അനുഭവിച്ചറിയുന്നവനാണ്. എൻ്റെ കർത്താവ് തൻ്റെ മുതുക് കാണിച്ചു കൊടുത്ത, കഷ്ടത്തിന് താൻ ഏൽപ്പിച്ചു കൊടുത്തയാളാണ്. ഞാനും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തു ചുമന്നതായിട്ടുള്ള ആ ക്രൂശ്, അല്ലെങ്കിൽ ജീവിച്ചതായിട്ടുള്ള ആ ക്രൂശിൻ്റെ ജീവിതം എനിക്കും സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ഞാൻ അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതിന് പകരം അതാണ് ഒരു തന്നെ തന്നെ ത്യജിച്ചതായിട്ടുള്ള ഒരാളുടെ പ്രതികരണം എന്ന് പറയുന്നത്. എന്നാൽ തന്നെ തന്നെ ത്യജിക്കാത്തതായിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് നാം ടി വിയിലും യൂട്യൂബിലും ഒക്കെ നാം കണ്ടത്. എന്താണ്? ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാൽ 1-ന് 10, 10-ന് 100 എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ പല ഗുണ്ടകളും അല്ലെങ്കിൽ തീവ്രവാദികളും അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വെല്ലുവിളിച്ച് ജാഥ നടത്തുന്നത് പോലെ വിശ്വാസികൾ അവരെ ഉപദ്രവിച്ചവരെ ക്കെതിരെ വെല്ലുവിളിച്ച് ജാഥ നടത്തുന്നതായിട്ടുള്ള കഥയാണ് നാം കണ്ടത്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലും നമുക്കറിയാം, പലരെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അവരുടെ എല്ലാ പ്രതികരണങ്ങളും അത് ജഡികമായിട്ടുള്ള പ്രതികരണങ്ങളാണ്, അത് ആത്മീയമായിട്ടുള്ള പ്രതികരണങ്ങളല്ല. അപ്പോൾ ഈ തന്നെ തന്നെ ത്യജിക്കാത്തതായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ക്രൂശ് എടുക്കുവാനായിട്ട് കഴിയുന്നതല്ല. അവർക്ക് ഒരിക്കലും ക്രൂശ് എടുക്കാതെ ഒരിക്കലും കർത്താവിനെ പിൻചെല്ലുവാനായിട്ടും കഴിയുന്നതല്ല. അപ്പോൾ ഈ പരമവിളിയുടെ ലാക്കിലേക്കുള്ള ഓട്ടത്തിന് നമുക്ക് എല്ലാത്തിനെയും ചപ്പ് ചവറ് എന്ന് എണ്ണുവാനും അതുപോലെ തന്നെ ക്രൂശ് എടുക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 15-ാമത്തെ വാക്യത്തിൽ നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. ഇവിടെ ഞാൻ തികഞ്ഞു എന്ന് ചിന്തിക്കുന്നില്ല എന്നാണ് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അല്ലേ? 12-ാമത്തെ വാക്യത്തിൽ തികഞ്ഞവനായി എന്നോ അല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. അപ്പൊ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? അപ്പൊ ഈ തികഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും ഞാൻ തികഞ്ഞവനാണ് എന്ന് ചിന്തിച്ചാൽ, എന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അവരെങ്ങനെ ചിന്തിക്കണം? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞുകൊള്ളണം. അതായത് നമ്മളുടെ നേട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെട്ടതായിട്ടുള്ള ആത്മീക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചിന്തയല്ല, മറിച്ച് നമുക്ക് എത്തേണ്ടതായിട്ടുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മെ നയിക്കേണ്ടത്. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഈ തർജ്ജമ ഒരു തെറ്റായിട്ടുള്ള തർജ്ജമയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നാം വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായുള്ള ചിന്ത എന്ന് പറയുന്നത്, വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും, അതായത് വേറെ വിധമായി ചിന്തിച്ചത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതായത് ഏത് വിധേനയും ചിന്തിക്കാം എന്നുള്ള ഒരു അർത്ഥം വരത്തക്ക രീതിയിലാണ് ഇവിടുത്തെ ഈ തർജ്ജമ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ തർജ്ജമ, ഞാൻ അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ബൈബിൾ ഞാൻ എടുത്ത് നോക്കി. അവിടെ ഈ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം
അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നല്ല, മറിച്ച് ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്നാണ്. അപ്പോൾ ഇത് എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള തർജ്ജമ എന്ന് പറയുന്നത്. ഈ മലയാളത്തിലെ തർജ്ജമ യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള ഒരു തർജ്ജമയാണ്. അപ്പോൾ എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അപ്പോൾ നാം അനുസരിച്ച് നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഒരു ശിശുവായിരിക്കുന്ന ഒരു വ്യക്തി, ആത്മീയ ശിശുവായിരിക്കുന്ന വ്യക്തി, അവരെ പരിജ്ഞാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവാത്മാവിനാൽ അവരെ നടത്തുന്നതായ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ആ ദൈവാത്മാവിനാൽ നടന്ന് അഭ്യസനം ലഭിച്ചതായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പരിജ്ഞാനത്തിലെത്തുന്നതായിട്ടുള്ള ആളുകൾക്ക്, അവർ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ദൈവവചനത്തിന്റെ പരിജ്ഞാനം സമ്പാദിക്കുന്നവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ എന്നുള്ളത് നമുക്കറിയാം. എന്നെങ്കിലും അങ്ങനെ പരിജ്ഞാനത്തിൽ നമുക്ക് വരുന്നത്, ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിലുള്ള കുറവ് ദൈവാത്മാവ് നമുക്ക് നികത്തി തന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മെ നടത്തുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പഴയതിനെക്കുറിച്ചുള്ള പരാജയത്തെക്കുറിച്ചുള്ള നിരാശയിലോ പഴയകാലത്തെ നേട്ടങ്ങളെക്കുറിച്ചുള്ളതായിട്ടുള്ള അഭിമാനത്തിലോ അല്ല എങ്കിൽ അതിൻ്റെ നീളത്തിലോ ജീവിക്കേണ്ട ഒരു ജീവിതമല്ല. ചപ്പ ചവറ് എന്നെണ്ണി ക്രൂശുമെടുത്ത് നാം കർത്താവിൻ്റെ പിന്നാലെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്ന ഒരോട്ടമാണ്. ആ ഓട്ടത്തിൽ നാം ഒറ്റയ്ക്കല്ല. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ ലേഖനകാരൻ പറയുന്നത് നാം സാക്ഷികളുടെ ഒരു വലിയ കൂട്ടവും എന്നാണ്. നാം ഒറ്റയ്ക്കല്ല. ഈ വഴിയെ പോയതായിട്ടുള്ള അനേകം ആളുകളുടെ ഒരു കൂട്ടമുണ്ട്. നമ്മളോടൊപ്പം ഓടുവാൻ നമ്മുടെ സഹവിശ്വാസികളുണ്ട്. അങ്ങനെ സാക്ഷികളുടെ ഒരു വലിയ കൂട്ടം നമുക്ക് ആത്മീയമായും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ സഭയിലെ അംഗങ്ങളായിട്ട് നമുക്കുണ്ട്. എല്ലാവരോടും കൂടെ ഇതൊരു ഒറ്റയ്ക്കുള്ള ഒരു ഓട്ടമല്ല, ഇത് കൂട്ട ഓട്ടമാണ്. അതുകൊണ്ടാണ് സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അന്യോന്യം ഈ ഓട്ടത്തിൽ നമുക്ക് കാല് ഇടറിപ്പോകാതെ ഇരിക്കാനും അഥവാ ഇടറിയാൽ നമ്മെ സഹായിക്കാനായിട്ടുമാണ് ദൈവം സഹവിശ്വാസികളെ, സഹോദരന്മാരെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി സഭയുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധത്തിൽ, ദൈവജനവുമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സഹകരണത്തിൽ, ദൈവജനത്തിന്റെ പഠനത്തിൽ നമുക്ക് സഭയായി മുമ്പോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.